മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് മോഷൻ? ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ നിരക്ക്, ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഒരു വെഹിക്കിള് എ എന്ന പോയിന്റിൽ നിന്ന്, ഓക്കെ, സപ്പോസ് കാലിക്കറ്റാണ്, ഒരു ടൗൺ നമ്മൾ ഇമാജിൻ ചെയ്ത് കാലിക്കറ്റാണ്, ആ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ ബി എന്ന പോയിന്റിലേക്ക്, അത് വേറൊരു ടൗണായിട്ട് ഇമാജിൻ ചെയ്യാം, സപ്പോസ് കണ്ണൂരാണെന്ന് വിചാരിക്കാം, ബി എന്ന ടൗണിലേക്ക് ട്രാവൽ ചെയ്തു. രാവിലെ 5 മണിക്ക് പുറപ്പെട്ടിട്ട് 9 മണിക്കാണ് കണ്ണൂർ എത്തുന്നത്. ഈ 2 ടൗണും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ട് കണ്ണൂർ എത്തുന്നത് 9 മണിക്കാണ്. ഓക്കെ, ഈ കേസിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ഫൈനൽ പൊസിഷൻ കണ്ണൂരാണ്, ഇനീഷ്യൽ പൊസിഷൻ കാലിക്കറ്റ് ആയിരുന്നു. നമുക്ക് ഇതിന് സയൻറ്റിഫിക് നൊട്ടേഷൻസ് കൊടുക്കാം. ഓരോ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. കാലിക്കറ്റിൽ നിന്നാണ് പുറപ്പെട്ടത് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് x1 എന്ന് കൊടുക്കാം. ഇനീഷ്യൽ പൊസിഷൻ ആയതുകൊണ്ട് x1, ഫൈനൽ പൊസിഷൻ കണ്ണൂർ x2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ് ടൈമിന് 5 മണിക്കാണ്. സ്റ്റാർട്ടിങ് ടൈമിന് നമ്മൾ T1 എന്നും എൻഡിങ് ടൈമിന് T2 എന്നും മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് x2 മൈനസ് x1, ദാറ്റ് ഈസ് 100 കിലോമീറ്റർ. ഇതിന് വേണ്ടി വന്ന ടൈം എന്താ വരിക? T2 മൈനസ് T1, അതാണ് 4 അവർ എന്ന് പറയുന്നത്. 4 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര ട്രാവൽ ചെയ്തു എന്ന് കാണാൻ 100/4, ദാറ്റ് ഈസ് 25 കിലോമീറ്റർ പെർ അവർ. ഇതാണ് ഈ ത്രൂ ഔട്ട് ജേർണിയിൽ ആ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റി. വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ഈ ക്വാണ്ടിറ്റിയാണ് ഇന്നത്തെ നമ്മുടെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്. ആവറേജ് വെലോസിറ്റിയാണ് ഫസ്റ്റ് പോയിന്റ്. ആവറേജ് വെലോസിറ്റി, വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നു അല്ലേ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. നമ്മൾ 100/4 ഇവിടെ ചെയ്തത്, അപ്പോൾ അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ 4. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ബൈ ടൈം ഇൻ്റർവൽ T2 മൈനസ് T1. x2 മൈനസ് x1 ഒരു ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ x ബൈ ഡെൽറ്റ t എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ x ബൈ ഡെൽറ്റ t. ഇനി ഈ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ യൂണിറ്റാണ്. നമ്മളെല്ലാ ക്വാണ്ടിറ്റിയും അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് അറിയണം, ഡയമെൻഷൻ അറിയണം, സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് അറിയണം. അപ്പോൾ വാട്ട് ഈസ് യൂണിറ്റ്? ഇവിടെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയതുകൊണ്ട് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇതിനെ നമുക്ക് മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ആവറേജ് വെലോസിറ്റി ഡയമെൻഷണൽ ഫോർമുല കാണാൻ നമ്മൾ ഇക്വേഷൻ എടുക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് അത് ലെങ്ത് ആണോ ടൈം ആണോ മാസാണോ എന്ന് നോക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ലെങ്ത് ആണ് അല്ലേ, അപ്പോൾ L/T. L/T റീഅറേഞ്ച് ചെയ്ത് എഴുതാൽ LT റേസ് ടു -1. ഓക്കെ, therefore dimension of average velocity is LT raised to -1. ഇനി ഇതൊരു വെക്ടർ ആണോ സ്കേലർ ആണോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, therefore average velocity also a vector quantity. ഇനി ഈ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ടിൽ നീറ്റായിട്ട് എഴുതി വെക്കുക. It is the rate of displacement, average velocity equation delta x by delta t. SI unit is meter per second. Dimensional formula is LT raised to -1 and it is a vector quantity.
ഇനി ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട അടുത്തൊരു ക്വാണ്ടിറ്റിയാണ് ആവറേജ് സ്പീഡ്. Average speed means it is the total path length divided by total time. നമ്മൾ ഈ ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുന്നതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുക. റേറ്റ് ഓഫ് പാത്ത് ലെങ്ത്, റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് വെലോസിറ്റി. അതുപോലെ റേറ്റ് എന്ന് പറയും. ബൈ ടൈം ചെയ്യുന്നതിനെ നമ്മൾ റേറ്റ് എന്ന് പറയും കേട്ടോ, അത് ഓർത്ത് വെക്കുക. ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം. അഗെയിൻ യൂണിറ്റ് എന്ത് വരും? നേരത്തെ പോലെ തന്നെ പാത്ത് ലെങ്ത് മീറ്റർ പെർ സെക്കൻഡ് വന്നു. ഡയമെൻഷണൽ ഫോർമുല LT⁻⁻1. ഇവിടെ പാത്ത് ലെങ്ത് സ്കേലാർ ആയതുകൊണ്ട് ആവറേജ് സ്പീഡ് ഈസ് ഓൾസോ എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇതാണ് മേജർ ഡിഫറൻസ്. കണ്ടോ, ഒന്ന് വെക്റ്ററാണ്, ആവറേജ് വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഇത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ആ പോയിൻറ്റ്സും നോട്ടിലേക്ക് മാറ്റി എഴുതുക. It is the rate of total path length അല്ലെങ്കിൽ distance traveled. ഇക്വേഷൻ പിന്നെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ ഓഫ് ഫോർമുല അഗെയിൻ LT⁻⁻1. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു ഇനീഷ്യൽ ടൈം 0 ടൈമിൽ അതിൻ്റെ പൊസിഷൻ 0 ആണെന്ന് വിചാരിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു 2 സെക്കൻഡ് കൊണ്ട് ആ ഒബ്ജക്റ്റ് 4 മീറ്റർ ട്രാവൽ ചെയ്തു. 4 മീറ്ററാണ് അതിൻ്റെ പൊസിഷൻ. അതായത് 2 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ ട്രാവൽ ചെയ്തു. 4 - 0 4 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു 4 സെക്കൻഡ് ടൈം ആകുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ഉള്ളത് 8 മീറ്ററിലാണ്. എഗെയിൻ ആ ഗ്യാപ്പിൽ നിങ്ങൾ നോക്കുക, 2 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തത് 4 മീറ്റർ തന്നെയാണ്. അഗെയിൻ സ്റ്റോപ്പ് ക്ലോക്കിൽ 6 സെക്കൻഡ് ആകുന്ന സമയത്ത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ 12 മീറ്റർ ആണെന്ന് വിചാരിക്കുക. വീണ്ടും ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾ നോക്കുക, 2 സെക്കൻഡിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് 4 മീറ്റർ തന്നെയാണ്. ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഈക്വൽ ടൈമാണ് ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നതെങ്കിൽ ആ മോഷൻ യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ. If the object covers equal distance in equal interval of time, then the motion is said to be uniform motion. അപ്പോൾ അങ്ങനെ അല്ലാത്ത മോഷനെ എന്തായിരിക്കും പറയുക? നോൺ യൂണിഫോം മോഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തതുപോലെ തന്നെ 0 ടൈമിൽ പൊസിഷൻ 0 ആണെന്ന് വിചാരിക്കുക. 2 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ എത്തി, പൊസിഷൻ 4 മീറ്ററിലെത്തി. അതായത് ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. ഇനി 4 സെക്കൻഡിൽ എത്തുമ്പോഴേക്ക് ഒരു 12 മീറ്ററിലാണ് അതിൻ്റെ പൊസിഷൻ. അതായത് അതേപോലെ 6 സെക്കൻഡിലാവുമ്പോഴേക്ക് ഒരു 22 മീറ്റർ ആണ് അതിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ആ 2 to 4 ഇൻ്റർവെല്ലിൽ 2 സെക്കൻഡ് കൊണ്ട് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് 8 മീറ്റർ ആണ്. അതേപോലെ 4 to 6 ടൈം ഇൻ്റർവെല്ലിൽ, അതായത് 2 സെക്കൻഡ് കൊണ്ട് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് 10 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം 4, പിന്നെ 8, പിന്നെ 10 എല്ലാം 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയും നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ അതിനൊരു വേറൊരു പേര് കൂടിയുണ്ട്, ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷൻ, ആക്സിലറേഷൻ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്കും പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നിങ്ങളത് പഠിക്കും, ആക്സിലറേഷൻ. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. 2 സെക്കൻഡ് കൊണ്ട് 4 ട്രാവൽ ചെയ്തു, അടുത്ത 2 സെക്കൻഡിൽ 8 മീറ്റർ ട്രാവൽ ചെയ്തു, അങ്ങനെ വരുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ, NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ടീച്ചർ ഇവിടെ തരുന്നത്. അതിൻ്റെ ആൻസറും ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഷോർട്ട് ഇതായിട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ കാർ ഈസ് മൂവിങ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ
കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു കാറ് ഒരു O2P ട്രാവൽ ചെയ്യാൻ 18 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ആ ഒബ്ജക്റ്റ് P2Q ട്രാവൽ ചെയ്യുന്നു. ദെൻ പിന്നെ O2P ദെൻ P2Q അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി? അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഗ്രാഫും തന്നിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ തന്നെയാണ്, നിങ്ങൾക്ക് അത് നോക്കി ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാണാം. അതായത് ഒബ്ജക്റ്റ് ട്രാവൽസ് ഫ്രം O to P. O എന്ന പോയിൻ്റ് ഇവിടെ 0 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. P എന്ന പോയിൻ്റ് 360 മീറ്ററിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഒബ്ജക്റ്റ് Oയിൽ നിന്ന് Pയിലേക്ക് ട്രാവൽ ചെയ്യാണ്. O to P. ആ കേസിൽ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? എന്താ ആവറേജ് സ്പീഡ്? ഒരു ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? O to P. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 360 അല്ലേ? അപ്പോൾ 360 മീറ്റർ ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തിട്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്? 18 സെക്കൻഡാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിവിടെ 360 ബൈ 18 സെക്കൻഡ് അല്ലേ? 360 ബൈ 18 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? ചെയ്ത് നോക്കുക. 360 ബൈ 18 എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 20 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ നമുക്ക് ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ x2 മൈനസ് x1, അതായത് ഇവിടെ P മൈനസ് O. ഓക്കെ, പിയുടെ വാല്യൂ 360 ആണ്. അപ്പോൾ 360 ബൈ 360 മൈനസ് 0 x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 360 മൈനസ് 0 ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ക്ലോക്കിൽ ഇപ്പോൾ സെക്കൻഡ് 18 ആണ്. അപ്പോൾ 18 സെക്കൻഡ് മൈനസ് 0. സ്റ്റാർട്ടിങ് 0 ആയിരുന്നു. എഗെയിൻ നമുക്ക് കിട്ടുന്ന എത്ര തന്നെയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ O to Pയിൽ വെഹിക്കിൾ ട്രാവൽ ചെയ്ത സമയത്ത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഒക്കെ സെയിം ആണ് കിട്ടിയത്, 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? എപ്പോഴും ഇങ്ങനെ തന്നെയാണോ വരിക എന്ന് നോക്കാനാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നത്, B. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. അതിലെന്താ ചെയ്യുന്നത്? ആദ്യം ഒബ്ജക്റ്റ് O to P ട്രാവൽ ചെയ്തു. ദെൻ P to Q. O to P ട്രാവൽ ചെയ്യാൻ 18 സെക്കൻഡ് എടുത്തു. P to Q ട്രാവൽ ചെയ്യാൻ വേണ്ടി 6 സെക്കൻഡും എടുത്തു. അങ്ങനെയാണെങ്കിൽ എഗെയിൻ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? എഗെയിൻ ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടൈം. ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ O to P 360 പ്ലസ് P to Q. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ്. നിങ്ങൾ ക്യൂയുടെ 240 എന്നല്ല എടുക്കേണ്ടത്, പിയും ക്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 360 മൈനസ് 240 ആണ് വരിക. അതായത് എത്രയാ? 120. അപ്പോൾ നമുക്ക് എഴുതാം ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 360 പ്ലസ് 120 അല്ലേ? അത് എത്രയാണ് വരിക? 360 പ്ലസ് 120 480. 480 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലെങ്കിൽ ടൈം ഇൻട്രവല്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റോപ്പ് ക്ലോക്ക് ഓൺ ചെയ്താൽ അത് നമ്മൾ ഓഫ് ചെയ്യുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ 24 സെക്കൻഡ് ആയ സമയത്ത് നമുക്ക് ഒബ്ജക്റ്റ് ഉള്ളതാണ് ഇപ്പോൾ ക്യൂവിൽ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 480 ഡിവൈഡഡ് ബൈ 24. എഗെയിൻ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി നമുക്ക് നോക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻട്രവൽ.
വാട്ട് ഈസ് ഫൈനൽ പൊസിഷൻ? ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്? ക്യൂവിലാണുള്ളത് അല്ലേ? അത് എത്രയാണ്? 240 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എത്രയാണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ക്ലോക്ക് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്റ്റോപ്പ് ക്ലോക്കിലെ ടൈം എത്രയായിരിക്കും? 24 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 24 മൈനസ് 0, ഇനീഷ്യൽ ടൈം 0 ആണ്. അപ്പോൾ 24 മൈനസ് 0 എന്നായിരിക്കും. അപ്പോൾ 240/24. 240/24 എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുക, ആവറേജ് സ്പീഡ് കിട്ടിയത് 20, പക്ഷേ ആവറേജ് വെലോസിറ്റി കിട്ടിയത് 10. ഇത് രണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസും ഉണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സെയിം ആകണമെന്നില്ല. സ്പീഡ് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് O to P പോയിട്ട് P to Q എത്തുമ്പോഴെല്ലാം നമ്മൾ ഡയറക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് പോയത്. ഡയറക്ഷൻ എടുക്കുന്നതുകൊണ്ടാണ് വെലോസിറ്റി മെൻഷർ ചെയ്യുന്ന സമയത്ത് മാറിപ്പോയത്. ഇതിൻ്റെ ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ചെയ്തത് ക്ലിയർ ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക്